ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മിറർ ടെക്നിക്കാണ്. അതായത് കണ്ണാടി വെച്ചുകൊണ്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ജേണിയിലെ ഡേ 9 ആണ്. അപ്പോൾ മിറർ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഡ്രീംസ് എങ്ങനെ എത്ര എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാമെന്ന് നോക്കാം. അതിനായി എൻ്റെ സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് എന്നും രാവിലെ എണീറ്റ് വന്നിട്ട് നമ്മൾ എന്നും പറയുന്നത് പോലെ മെഡിറ്റേഷനും അഫർമേഷനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിറർ നമ്മളുടെ റൂമിലുള്ള അലമാരയുടെ മുകളിലുള്ള മിററോ ഇല്ലെങ്കിൽ ബാത്റൂമിലുള്ള മിററോ ഇതൊന്നുമില്ലാത്തൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എന്ന് വിചാരിച്ചാൽ നമ്മളുടെ ഫോണിലുള്ള ക്യാമറയിൽ നോക്കിയിട്ടും നമുക്ക് ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ടെക്നിക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. ഏറ്റവും ബെറ്റർ നമ്മൾ തനിച്ചൊരു റൂമിൽ ഇരുന്നു കൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ചിരിച്ച മുഖത്തോടു കൂടി വളരെ പ്ലസൻ്റായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഒരു 30 സെക്കൻഡിന് നിങ്ങൾ ചിരിച്ച മുഖത്തോടു കൂടി ഒരു 30 സെക്കൻഡ് നോക്കി നിൽക്കുക. ഇത് ഫസ്റ്റ് ടെക്നിക്കാണിത്. ഒരു 30 സെക്കൻഡ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ ചിരിച്ച മുഖത്തോടു കൂടി നോക്കി നിൽക്കുക. സ്റ്റെപ്പ് നമ്പർ 2 വെച്ചാൽ നമ്മളുടെ മിററിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെയാണ് കാണുന്നത്. അതായത് നമ്മളെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ നമ്മളോട് തന്നെ കൺഗ്രാജുലേഷൻ പറയുക. അതായത് നമ്മളെ തന്നെ കൺഗ്രാറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരോ നേട്ടങ്ങൾക്ക്, നിങ്ങൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികൾക്ക്, നിങ്ങളുടെ കഴിവിനെ, ഇതിനെയൊക്കെ നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ മിറർ ടെക്നിക്ക് പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റെപ്പ് നമ്പർ 2 പ്രാക്ടീസ് ചെയ്യുക എന്താ വെച്ചാൽ, ഹായ് ധന്യ, നിങ്ങൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ അച്ചീവ് ചെയ്തതിന് കൺഗ്രാജുലേഷൻ. ഹായ് ധന്യ, നിങ്ങളുടെ ഡ്രീം കാർ അച്ചീവ് ചെയ്തതിന് കൺഗ്രാജുലേഷൻ. ഇങ്ങനെ നമ്മളുടെ ഓരോരോ അച്ചീവ്മെൻറ്റിനെയും നമ്മളെ തന്നെ അഭിനന്ദിക്കുക, നമ്മളെ തന്നെ കൺഗ്രാജുലേഷൻ ചെയ്യുക. ഇത് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളെ തന്നെ പേര് വിളിച്ചിട്ട് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനുള്ള കൺഗ്രാജുലേഷൻ പറയുകയാണ്. എന്നാൽ മൂന്നാമത്തെ ടെക്നിക്ക്, നമ്മളെ തന്നെ, അതായത് നമ്മുടെ നെഞ്ചിൽ കൈവച്ച് അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടിയിട്ട് നമ്മൾ പറയുക, ഐ ഹാവ് ഓൾറെഡി അച്ചീവ്ഡ് 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അതായത് ഞാൻ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ അച്ചീവ് ചെയ്തതിന് കൺഗ്രാറ്റ്സ്. അങ്ങനെ നമ്മളെ തന്നെ ഈ ഒരു രീതിയിൽ, അതായത് നമ്മുടെ നെഞ്ചിൽ കൈവച്ചിട്ട് നമ്മളെ തന്നെ കൺഗ്രാജുലേഷൻ ചെയ്യുക. അതായത് നമ്മളുടെ നേട്ടങ്ങൾക്കൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നമ്മളെ തന്നെ അഭിനന്ദിക്കുക. സ്റ്റെപ്പ് നമ്പർ 4 എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിറർ ടെക്നിക്കാണ്. അതായത് നമ്മളുടെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് സ്റ്റെപ്പ് നമ്പർ 4 ഞാൻ പറയുന്നത്. അതായത് നമ്മളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പ്രെയറാണ് ഹവാലിയൻ പ്രെയറായ ഓ പോനോ പോനോ പ്രെയർ. ഈ പ്രെയർ നമ്മളെ തന്നെ വീണ്ടും നമ്മളെ തന്നെ മിററിലേക്ക് നോക്കിയിട്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പറയാം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇങ്ങനെ നിങ്ങൾ 5 ടൈംസ് ഡെയിലി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഈ ഓ പോനോ പോനോ പ്രെയർ 5 ടൈംസ് പറഞ്ഞാൽ മതി. 5 ടൈംസ് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോരോ ടെക്നിക്കുകളും ഈ
ടെക്നിക്ക് നിങ്ങൾ ഡെയിലി മറക്കാതെ പ്രാക്ടീസ് ചെയ്യുക. എന്നും നിങ്ങൾ ആ ഓരോരോ ദിവസങ്ങളിലും നിങ്ങൾക്ക് വരുന്ന ഓരോരോ അച്ചീവ്മെൻറ്റ്സിനും നമ്മൾ നമ്മളെ തന്നെ കൺഗ്രാജുലേഷൻ ചെയ്യുക. നമ്മൾ നമ്മളെ കഴിവിനെ തന്നെ അംഗീകരിക്കുക. ഇത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ഡ്രീമിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് ഈ ഒരു ഡെയിലി മുടങ്ങാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് നാളെ അത് നടന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്തും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൺസിസ്റ്റൻസി നമ്മളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേണിയിൽ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഒന്നും മുടക്കാതെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓരോരോ നിങ്ങളെ ഡ്രീംസും നിങ്ങളെ കാത്തിരിക്കുന്ന ഓരോരോ സ്വപ്നങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്താനുള്ള മാർഗം യൂണിവേഴ്സ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഈ ഒരു ടെക്നിക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഉള്ള ഓരോ എന്താ പറയുക, നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ലവ് യു.